6ാം ക്ലാസ്സിലെ പുതിയ SCERT സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അധിനിവേശവും ചേർത്ത് നിൽക്കും. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കത് പഠിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പോൾ ആദ്യമായിട്ട് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു കപ്പൽ വരുന്നത് 1601 ഏപ്രിലാണ്. ഏതൊക്കെയാണ് കപ്പലെന്ന് ചോദിച്ചാൽ അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. അപ്പോൾ ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. അപ്പോൾ ആദ്യം വന്നത് 1606 ഏപ്രിലും, രണ്ടാമത്തെ ദൗത്യം ഇത് വൻ വിജയമായിരുന്നതുകൊണ്ട് അടുത്ത ദൗത്യം വന്നത് 1604 മാർച്ചിലാണ്. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉടറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പൂവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. അപ്പോൾ 2ാം ദൗത്യം ഇംഗ്ലണ്ട് തിരിച്ചെത്തിയത് 1606 മെയ്യിലാണ്. അവർക്ക് കിട്ടിയ ലാഭം എന്ന് വെച്ചാൽ കമ്പനി മുടക്കുമുതലിൽ 95% അവർക്ക് ലാഭമായിരുന്നു. ഇത് എന്തെല്ലാം പറഞ്ഞു, ജെയിംസ് ഫുൾച്ചറിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന കൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഈസ്റ്റ് ഇൻഡീസ്. അപ്പോൾ ഈസ്റ്റ് ഇൻഡീസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് ഈസ്റ്റ് ഇൻഡീസ്. വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാപാര ബന്ധത്തിനായിട്ട് എവിടെയാണ് സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടിലാണ് സ്ഥാപിച്ചത്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിലെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണങ്ങളായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇവ ഏതൊക്കെയാണ്? യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പ്രധാന കേന്ദ്രമായിരുന്നു. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരമാർഗമുള്ള വ്യാപാരം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടഞ്ഞു. അതുകൊണ്ടാണ് യൂറോപ്യർക്ക് ഒരു പുതിയ പാത കണ്ടെത്തേണ്ടി വന്നത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരായിരുന്നു. ആദ്യ പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്നവരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര
1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അപ്പോൾ വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന വർഷം 1498. എവിടെയാണ് വന്നത്? കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോഴിക്കോടിന് അറബികളുമായിട്ടായിരുന്നു ഒരു വിദേശ വ്യാപാരം ഉണ്ടായിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. അപ്പോൾ സാമൂതിരിയോട് പോർച്ചുഗീസുകാർ അറബികളെ പുറത്താക്കിയിട്ട് പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് സാമൂതിരി അംഗീകരിച്ചില്ല. പക്ഷേ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വാസ്കോഡ ഗാമ വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗൽ, അപ്പോൾ കണ്ണൂരിലാണ് വ്യാപാര അനുമതി കിട്ടിയത്. അപ്പോൾ കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർ പോർച്ചുഗീസിലേക്ക് മടങ്ങി. അവർക്ക് കിട്ടിയ ലാഭം എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടി ലാഭമാണ് ഗാമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കപ്പൽ? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. കുഞ്ഞാലി മരയ്ക്കർ. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിയും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർമാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പോൾ സാമൂതിരിമാരുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർമാരിൽ നിന്നായിരുന്നു പോർച്ചുഗീസുകാർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത്. അവരുടെ കാലശേഷം, അല്ലെങ്കിൽ ഈ കുഞ്ഞാലി മരയ്ക്കാർമാരുടെ കാലശേഷം അവർക്ക് പിന്നെ ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് വലിയ ഭീഷണി അല്ലെങ്കിൽ വലിയ എതിർപ്പുകളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർമാരാണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർമാരെന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അതെന്ന് വെച്ചാൽ സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർമാരെന്ന് പറയുന്നത്. അത് 4 കുഞ്ഞാലി മരയ്ക്കാർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. ഇത് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസർ എവിടെ വെച്ചാണ് വധിച്ചതെന്ന് വെച്ചാൽ ഗോവയിൽ വെച്ചാണ് വധിച്ചത്. അതോടെ ഈ കുഞ്ഞാലി മരയ്ക്കാർമാരുടെ പതനവും സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. ചുവടെ തന്നിട്ടുള്ളവയുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുന്നു വെച്ചാൽ ഇവർ പോർച്ചുഗീസുകാർ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കുറേ വാക്കുകൾ, ഇപ്പോൾ മേശ, കസേര, അലമാര, ജനാല, പേന, ചാക്ക്, ഇതെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്ന് കിട്ടിയ വാക്കുകളാണ്. അതുപോലെ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അടുത്ത കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയും പരിചയപ്പെടുത്തി. ഏതൊക്കെയാണ്? കശുമാവ് നമ്മൾ പറങ്കിമാവ്, കാഷ്യൂ. പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയും പോർച്ചുഗീസുകാരാണ് കേരളത്തിന് പരിചയപ്പെടുത്തിയത്. അടുത്ത പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട, അത് എവിടെയാണ്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട എവിടെ സ്ഥാപിച്ചു? കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യ കോട്ട ഏതെന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിൽ. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ? കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അടുത്ത ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധം. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. 1741. അപ്പോൾ എന്നാണ് കുളച്ചൽ യുദ്ധം എന്ന് വെച്ചാൽ 1741 ആണ് കുളച്ചൽ യുദ്ധം. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു ഇത്. അപ്പം ഒരു വിദേശ ശക്തി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. വർഷം 1741. ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രിഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ആരാണ് ഇതിന് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രിഡ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിന് സഹായിച്ച അല്ലെങ്കിൽ ഈ കൃതിയുടെ രചനയ്ക്ക് സഹായിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ഇട്ടി അച്യുതൻ. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അത് മലയാളത്തിലോട്ടും ഇംഗ്ലീഷിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ KS മണിലാലാണ്. ഈ രചനയ്ക്ക് ഹെൻറിക് വാൻഡ്രിഡിനെ സഹായിച്ച കൃതിയുടെ രചനയ്ക്ക് സഹായിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ഇട്ടി അച്യുതനാണ്. പിന്നെ അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായവരാണ്. ഇട്ടി അച്യുതൻ ആരാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പോൾ ഇട്ടി അച്യുതൻ ആരെന്ന് ചോദിച്ചാൽ ഒരു നാട്ടുവൈദ്യൻ. എവിടെയാണ് ജനിച്ചത്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു
പാരമ്പര്യ വൈദ്യ കുടുംബത്തിലാണ് ജനിച്ചത്. നാട്ടുവൈദ്യനായിരുന്നു ടി അച്യുതൻ. അടുത്ത ഫ്രഞ്ചുകാരും. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, അതായത് ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഡച്ചുകാർക്ക് ശേഷം ആര് വന്ന്? ബ്രിട്ടീഷുകാർ. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ചുകാരും വന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായി ചുരുങ്ങി. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം നേടിയത് അവർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടേക്ക് മാത്രമായിട്ട് ചുരുങ്ങി? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി. നമുക്ക് ഈ ടേബിളും കൂടി നോക്കാമല്ലോ. അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊച്ചി, ഗോവ, ദാമൻ, ദിയു അവയാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ. അത് ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. അപ്പോൾ ഏതൊക്കെയാണ്? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. അടുത്ത ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? യാനം, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി. യാനം, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി. അപ്പോൾ ഇത്രയാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് നോക്കാം.